അങ്ങനെ അനാമികയുടെ അച്ഛനും അമ്മയും അനാമികയും കൂടി ദേവ്യാനിക്കും നയനയ്ക്കും കൂടി ആ കണ്ണായ സ്ഥലം കാണിച്ചു കൊടുക്കാൻ വേണ്ടി ആ പറമ്പിൽ എത്തിയിരിക്കുകയാണ്. എന്നാൽ ദേവ്യാനിയുടെ നിർദ്ദേശപ്രകാരം നന്ദു ആണെങ്കിലോ ആ ഒരു പറമ്പിന്റെ യഥാർത്ഥ ഓണറുമായിട്ട് കൃത്യസമയത്ത് എത്തുന്നുണ്ട്. സത്യം പറഞ്ഞ ഇവർ ദേവ്യാനിയോടും നയനയോട് നല്ല രീതിക്ക് കള്ളം പറഞ്ഞ് പിടിച്ചു നിൽക്കാൻ കേട്ടോ. ഇടയ്ക്കിട്ടിട്ട് നയനയെ തരം താഴ്ത്തി കെട്ടുന്നുണ്ട്. അതായത് നയനയുടെ അച്ഛനും അമ്മയ്ക്കും ഇതുപോലെ വലിയ കണ്ണായ പറമ്പൊന്നും എടുത്തു കൊടുക്കാനുള്ള പ്രാപ്തിയില്ലല്ലോ, അതും പറഞ്ഞ് നയനയെ കുത്തി നോവിക്കാൻ കേട്ടോ. എന്നാൽ സത്യങ്ങളൊക്കെ ദേവ്യാനി അറിഞ്ഞു കഴിഞ്ഞപ്പോഴോ ദേവ്യാനിയുടെ സ്വഭാവം മൊത്തത്തിൽ അങ്ങ് മാറി. അവർ ഇത്രയും നേരം പറഞ്ഞതിന് ഇരട്ടിയായിട്ട് ദേവ്യാനി അങ്ങോട്ടും കൊടുക്കുന്നുണ്ട്. ഈ കാര്യം എന്തായാലും ജാനകിയോട് പറയണമെന്ന് ദേവ്യാനി അനാമികയോട് പറയുന്നുണ്ട്. അനാമികയ്ക്ക് മറ്റു നിവൃത്തിയൊന്നും ഇല്ലാതെ അനാമിക ദേവ്യാനിയുടെ കാൽക്കൽ വീഴാണ് കേട്ടോ. എന്തായാലും ദേവ്യാനി അതൊന്നും കേൾക്കാൻ കൂട്ടാക്കുന്നില്ല. എന്നിട്ട് ദേവ്യാനി അനാമികയോട് പറയുന്നുണ്ട്, ഇത്രയൊക്കെ കള്ളം ചെയ്യുന്ന നിന്റെ കൂടെ വേണ്ടേ എന്റെ മോൻ ജീവിക്കാൻ? എന്റെ മോൻ അനിയെ ആദർശിനേക്കാളും ഞാൻ സ്നേഹിക്കുന്നുണ്ട്, അവനെ എനിക്ക് ചതിക്കാൻ പറ്റില്ല എന്നൊക്കെ ദേവ്യാനി പറയാൻ കേട്ടോ. എന്തായാലും കർശനമായ തീരുമാനം എടുത്തോണ്ട് തന്നെ അവിടുന്ന് ദേവ്യാനി വീട്ടിലോട്ട് മടങ്ങുകയാണ്. അപ്പോ ഈ ഒരു എപ്പിസോഡ് മുഴുവനായിട്ട് നമുക്ക് നോക്കാം. ഈ എപ്പിസോഡിന്റെ തുടക്കത്തിൽ തന്നെ കാണിക്കുന്നത് അനാമികയുടെ അച്ഛന്റെ കോള് വരുന്നതാണ്. ആ അച്ഛാ, എന്തായി? എല്ലാം ശരിയായോ? അത് പിന്നെ മോളെ, കുറച്ച് സാവകാശം എന്താ, ആ സ്ഥലത്തിന്റെ ഓണർ ഇവിടെ ഉണ്ടോന്ന് ഉറപ്പ് വരുത്തണം ആദ്യം. അതറിഞ്ഞാ പിന്നെ നമുക്ക് എത്രയും പെട്ടെന്ന് തന്നെ ആ സ്ഥലം കാണാൻ പോവാം. ദേ അച്ഛാ, അച്ഛനാ ഇതൊക്കെ ഉണ്ടാക്കി തീർത്തത്. എത്രയും പെട്ടെന്ന് ആ സ്ഥലം കാണാൻ പോയേ പറ്റൂ. ഇതെന്റെ അഭിമാന പ്രശ്നം കൂടിയാ. എന്റെ മോളെന്തിനാ അതിന് ഇത്ര തിടുക്കം കൂട്ടുന്നത്? ആ പിന്നെ ഞാനാണല്ലോ തിടുക്കം കൂട്ടുന്നത്. വല്ലവന്റെ പറമ്പ് കാണിച്ചുകൊണ്ട് കൊടുക്കാൻ എനിക്കെന്ത് തിടുക്കച്ചാ? ഷോ, ഇത് വലിയ കഷ്ടായി പോയി. ആ ദേവയാനി വല്ലാത്തൊരു ചതിയാ നമ്മളോട് ചെയ്യുന്നത്. മോള് തൽക്കാലം ഫോൺ വെയ്, ഞാൻ വിളിക്കാം. അച്ഛാ പെട്ടെന്ന് വിളിക്കണേ, അവരെന്നെ ഇങ്ങനെ പോവാന്ന് പറഞ്ഞ് ഫോഴ്സ് ചെയ്തോണ്ടിരിക്കുവാ. ശരി മോളെ, അച്ഛൻ പെട്ടെന്ന് എന്നെ വിളിക്കാം. ഇതും പറഞ്ഞോണ്ട് ഫോൺ കട്ട് ചെയ്യുന്നുണ്ട് കേട്ടോ. ആ സമയത്ത് രേവതി ചോദിക്കുന്നുണ്ട്, നിങ്ങൾ എന്താ മനുഷ്യ ചെയ്യാൻ പോകുന്നത്? എത്രയും പെട്ടെന്ന് എന്തെങ്കിലുമൊക്കെ ഒന്ന് ചെയ്യ്. നിങ്ങളല്ലേ ഇതൊക്കെ ഉണ്ടാക്കി തീർത്തത്. കയ്യിൽ കാശില്ലെങ്കിൽ എന്താ, നിങ്ങൾക്ക് പൊങ്ങച്ചല്ലായിരുന്ന വലുത്. മിണ്ടാണ്ട് ഒരു ഭാഗത്ത് ഇരുന്നാ മതിയായിരുന്നു. ഓ എന്റെ രേവതി, നീയും കൂടി എന്നെ കുറ്റപ്പെടുത്താതെ ഒരു കാര്യം ഞാൻ ചെയ്യാം. ആ സ്ഥലത്തിന്റെ ഓണറുടെ വീട് വരെ ഒന്ന് ഞാൻ പോയി നോക്കട്ടെ. എന്നിട്ട് നമുക്ക് വേണ്ടത് എന്താന്ന് വെച്ചാ ചെയ്യാം. ദേ വേണുവേട്ടാ, നിങ്ങൾ എന്ത് ചെയ്താലും വേണ്ടില്ല, നമ്മുടെ മോളെ എങ്ങനെയെങ്കിലും ആ ഊരാ കുടുക്കുന്നൊന്ന് രക്ഷിച്ചെടുക്ക്. ഓക്കെ. പിന്നെ അതൊക്കെ കഴിഞ്ഞിട്ട് കാണിക്കുന്നത് നന്ദുവിനെ കാണാൻ വേണ്ടി ദേവയാനി വരുന്നതാണ് സ്റ്റേഷനിലോട്ട്. ആ സ്റ്റേഷനിലെ മെയിൻ പോലീസുകാരനില്ലേ, അയാൾ എസ് ഐ റൂമിൽ കയറുന്നുണ്ട് കേട്ടോ. എന്നിട്ട് നന്ദുവിനോട് പറയുന്നുണ്ട്, മാഡം ഒരു ദേവയാനി അവര് പുറത്ത് വെയിറ്റ് ചെയ്യുന്നുണ്ട്, എന്ത് പറയണം മാഡം? ഇത് കേട്ടപ്പോ നന്ദു മനസ്സിൽ കരുതുന്നുണ്ട്, അനിയെക്കുറിച്ച് ഇനി എന്തെങ്കിലും പറയാനായിരിക്കോ മാഡം? അകത്തോട്ട് കയറി വരാൻ പറ. ആ ശരി മാഡം. ഇതും പറഞ്ഞുകൊണ്ട് അയാൾ പുറത്തോട്ട് പോകുന്നുണ്ട് കേട്ടോ. എന്നിട്ട് ദേവയാനിയുടെ അടുത്ത് എന്നിട്ട് പറയുന്നുണ്ട്, മാഡം അകത്തോട്ട് ചെല്ലാൻ പറഞ്ഞു. ഇതും പറഞ്ഞുകൊണ്ട് ദേവയാനി അകത്തോട്ട് ചെല്ലുന്നുണ്ട് കേട്ടോ. മോളെ നന്ദു. ആ അമ്മ, എന്താ ഇങ്ങോട്ട്? പ്രത്യേകിച്ചൊന്നുമില്ല, നിനക്കൊരു ജോലി തരാൻ വേണ്ടി വന്നതാ. ഒരു കള്ളനെ പിടിക്കണം. ഇപ്പൊ വലിയ തിരക്കുള്ള പോലീസ് ഓഫീസറാണെന്ന് അറിയാം, എന്നാലും എനിക്കിതെന്താന്ന് അറിയണമെന്നുണ്ട് നന്ദു. അല്ല എന്താ കാര്യം? അത് പിന്നെ കൂടുതൽ പണിയൊന്നുമില്ല. കള്ളൻ കപ്പലിൽ തന്നെയുണ്ട്. കള്ളനെ ഞാൻ ചൂണ്ടിക്കാണിച്ചു തരാം, പക്ഷെ അത് തെളിയിക്കണം, തെളിവ് വേണം. അതിനാ ഞാൻ നന്ദുവിന്റെ അടുത്തേക്ക് വന്നത്. അത് കൊള്ളാലോ, കള്ളൻ അറിയാമെങ്കിൽ പിന്നെ എനിക്കെന്താ ഇവിടെ ജോലി? അതല്ലേ ഞാൻ പറഞ്ഞത്, തെളിവുണ്ടാക്കണം. ആ തെളിവ് കിട്ടണമെന്നുണ്ടെങ്കിൽ നിയമം കയ്യിലെടുക്കുന്നവർക്കേ പറ്റൂ. ശരി അമ്മേ, എന്താ ചെയ്യേണ്ടെന്ന് പറഞ്ഞാ മതി. അല്ല, ആരാ ഇതുവരെ കള്ളനെന്ന് പറഞ്ഞില്ല? വേറെ ആരാ മോളെ? ആ അനാമികയുടെ വീട്ടുകാരൻ തന്നെ. അവളുടെ അച്ഛൻ ആ കള്ളൻ. എന്താ, എന്തുപറ്റി? അടുത്തെന്തെങ്കിലും പ്രശ്നം ഉണ്ടാക്കിയോ? ഏയ് അതൊന്നും അല്ല മോളെ. അവരുടെ കല്യാണം കഴിഞ്ഞ ഏടി തന്നെ അവരൊരു കണ്ണായ പറമ്പ് ഞങ്ങളെ കൊണ്ട് കാണിച്ചിരുന്നു. കോടികൾ വിലമതിക്കുന്ന വലിയ പറമ്പാ അത്. എത്രയും പെട്ടെന്ന് തന്നെ അവിടെ വീട് പണി തുടങ്ങുമെന്ന് പറഞ്ഞതാ. എന്നിട്ടോ ഇതുവരെ അതിനൊരു തീരുമാനമായില്ല. അനാമികയോട് ചോദിച്ചപ്പോ അനാമിക പറയുവാ, അവളും അനിയിപ്പോ നല്ല ബോണ്ടിലല്ലല്ലോ പോകുന്നത്, അതുകൊണ്ട് തന്നെ അച്ഛൻ എന്ത് ചെയ്യണമെന്ന് അറിയാതെ നിൽക്കുവാണെന്ന്. എന്നാ ആ കള്ള ഒന്ന് പൊളിക്കണമെന്ന് എനിക്ക് തോന്നി. കടം കയറിയിരിക്കുന്ന കുടുംബമാണ്. അവർക്ക് എങ്ങനെ കോടികൾ വിലമതിക്കുന്ന ആ ഒരു സ്ഥലം എടുക്കാൻ കഴിയുന്നത്? കടം തീർക്കാൻ വേണ്ടി അവളുടെ സ്വർണം മൊത്തം അവര് വിറ്റു. എന്നിട്ട് പല നുണയും പറഞ്ഞു പരത്തുവാ. മോളുടെ അച്ഛനും അമ്മയും വരെ ഇതിന്റെ പേരിൽ ഞാൻ ജയിലിൽ കയറ്റിച്ചില്ലേ? ഇത് കേട്ടപ്പോ നന്ദു പറയുന്നുണ്ട്, അതൊക്കെ കഴിഞ്ഞ കാര്യമല്ല അമ്മേ, അതേക്കുറിച്ച് ആലോചിച്ച് ഇനി വിഷമിക്കണ്ട. ഇപ്പോ എന്താ ഞാൻ ചെയ്യേണ്ടത്? അത് പിന്നെ മോളെ, അനാമിക അവളുടെ വീട്ടുകാരും ആ കണ്ണായ പറമ്പ് കാണിക്കാൻ വേണ്ടി എന്നെയും നയനെയും കൊണ്ടുപോകുന്നുണ്ട്. ആ സമയത്ത് അതിന്റെ യഥാർത്ഥ ഓണറുമായിട്ട് മോൾ അവിടെ എത്തണം. അത് അവരുടെ പേരിലാണോന്നും കൂടി അറിയണം. അത്രേ ഉള്ളൂ, അത് ഞാൻ ഏറ്റു. ഇതൊക്കെ നിസ്സാര സംഭവല്ലേ. എന്തായാലും അമ്മയും ചേച്ചും കൂടി പൊയ്ക്കോ. ഇതിനു വേണ്ടി സകല തെളിവുകളായിട്ട് ഞാൻ അവിടെ എത്തിയിരിക്കും. ശരി മോളെ. പിന്നെ ചോദിക്കാൻ വിട്ടു, എങ്ങനെയുണ്ട് ഇവിടുത്തെ ജോലി? കൊള്ളാവോ? അത്രയും രസമുള്ള ജോലിയൊന്നല്ലല്ലോ ഇത്, അതുകൊണ്ട് അതിൻ്റെതായിട്ടുള്ള ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ട്. വേറെ പ്രത്യേകിച്ചൊന്നുമില്ല. പിന്നെ ഇഷ്ടപ്പെട്ട ജോലിയല്ലേ ഇത്, അതുകൊണ്ട് ആ ഇഷ്ടം കൊണ്ട് തന്നെയാണ് ഞാൻ ജോലി ചെയ്യുന്നത്. അപ്പൊ നമുക്ക് മടുപ്പൊന്നും തോന്നില്ല. മോളെ,
ഇപ്പൊ അനിയുടെ ശല്യം അധികമായിട്ട് വരുന്നുണ്ടല്ലേ? അത് പറയാതിരിക്കുന്നതാ നല്ലത്. ഞാൻ ഇവിടുന്ന് എങ്ങോട്ട് ഇറങ്ങുവാണെങ്കിലും അവൻ വഴിയരികിൽ എവിടെയെങ്കിലും കാണും പറയിപ്പിക്കാൻ വേണ്ടിട്ട്. ഇവിടെ ഒരു പോലീസുകാരനുണ്ട്, ഏത് സമയം അനിയെ നോട്ട് ചെയ്തോണ്ടിരിക്കുക. എന്നെ സ്റ്റേഷനിലുള്ളവർക്ക് ഒരു പേടിയൊക്കെ ഉണ്ടായിരുന്നു, അത് അവനായിട്ട് തകർക്കുമെന്ന് അമ്മയെ തോന്നുന്നത്. എന്നെ കുറിച്ച് ഇപ്പൊ സ്റ്റേഷനിൽ പലതും പറയുന്നുണ്ട്. മോളെ, അവന് വേണ്ടി ഞാൻ മോളോട് ക്ഷമ ചോദിക്കുക. എന്താ അവൻ ഇങ്ങനെയൊക്കെ ചെയ്യുന്നതെന്ന് ആർക്കറിയാം. എന്തായാലും മോളുടെ മനസ്സ് ഒരിക്കലും വഴുതി മാറരുത്. അവൻ എത്ര വേണമെങ്കിലും മോളുടെ പിന്നാലെ വന്നോട്ടെ, പക്ഷേ നമ്മൾ അത് പ്രോത്സാഹിപ്പിക്കാൻ പാടില്ല. ഇല്ല, ഞാൻ ഒരിക്കലും അനിയെ പ്രോത്സാഹിപ്പിക്കില്ല. പക്ഷേ അവൻ ഇനിയും ഇതുപോലെ എന്റെ മുന്നിൽ ചെന്ന് പെടുവാണെങ്കിൽ എനിക്കത് ചീത്തപ്പേരുണ്ടാക്കും. അതിനുവേണ്ടി തീരുമാനം എന്താന്ന് വെച്ചാൽ ഞങ്ങൾ എടുക്കാം മോളെ. മോള് വിഷമിക്കാതിരിക്കെ. ശരി അമ്മേ. എന്നാ പിന്നെ അന്വേഷണം ഇപ്പൊ തന്നെ തുടങ്ങിയേക്കാം. ശരി നന്ദു, എന്നാ പിന്നെ ഞാൻ വീട്ടിലേക്ക് പോട്ടെ. അവൾക്ക് സംശയം തോന്നണ്ട. ഇതും പറഞ്ഞുകൊണ്ട് ദേവയാനി അവിടുന്ന് പോകുന്നുണ്ട് കേട്ടോ. പിന്നെ കാണിക്കുന്നത് അനന്തപുരിയിലേക്ക് അനാമികയുടെ അച്ഛനും അമ്മയും കയറി വരുന്നതാണ്. കയറി വരുമ്പോ തന്നെ അവിടെ മുത്തശ്ശനും മുത്തശ്ശി ഇരിക്കുന്നുണ്ട്. മുത്തശ്ശനെ കണ്ട പാടത്തന്നെ വീണ് പറയുന്നുണ്ട്, നമസ്കാരം മൂർത്തി സാറേ. ആഹാ, ഇതാര്? അനാമിക മോളുടെ അച്ഛനും അമ്മയോ എന്ന് മുത്തശ്ശി പറയാൻട്ടോ. അപ്പൊ മുത്തശ്ശൻ പറയുന്നുണ്ട്, അല്ല വേണുവിനെ രേവതി ഇങ്ങോട്ട് കണ്ടിട്ട് കുറച്ച് നാളായല്ലോ, അല്ലെങ്കിൽ ഇടയ്ക്കൊക്കെ വന്നു പോകുന്നതാ. ഇപ്പം മോളുടെ വിവരം അറിയണമെന്നൊന്നില്ലേ? ഇത് കേട്ടപ്പോ മുത്തശ്ശി പറയുന്നുണ്ട്, അതിന് മോൾ ഇടയ്ക്ക് പിണങ്ങി അവിടെ പോയി നിൽക്കുവല്ലേ, പിന്നെ എങ്ങനെ അവർക്ക് ഇങ്ങോട്ട് വരാൻ കഴിയാ? ഓ, അതൊന്നും പറയണ്ട. അനിമോനും നമ്മുടെ മോളും കൂടി നല്ല രീതിയിലല്ല പോകുന്നത്. എപ്പോഴെങ്കിലും നേരാവുന്നുള്ള പ്രതീക്ഷയാണ് എനിക്കും രേവതിക്കും. ഇത് കേട്ടപ്പോ മുത്തശ്ശൻ പറയുന്നുണ്ട്, രണ്ടു പേരുടെ ഭാഗത്തും തെറ്റുണ്ട്. രണ്ടും അത് മനസ്സിലാക്കി മുന്നോട്ട് പോവുകയാണെന്നുണ്ടെങ്കിൽ അവരുടെ ജീവിതത്തിൽ ഒരു പ്രശ്നവും ഉണ്ടാവില്ല. ഇത് ഒരാൾ ചെയ്യുന്നതിന് മറ്റൊരാൾ പകരം വീട്ടാൻ നടന്നു കഴിഞ്ഞാൽ എങ്ങനെയാ ശരിയാവുക? ഒന്നെങ്കിൽ ഭർത്താവ് അല്ലെങ്കിൽ ഭാര്യ, ഇവർ രണ്ടിൽ ആരെങ്കിലും ഒന്ന് വിട്ടുകൊടുക്കണം. അത് മൂർത്തി സാർ പറഞ്ഞത് ശരിയാ. എന്റെ മോൾക്കും വാശിയില്ലെന്നൊന്നും ഞങ്ങൾ പറയുന്നില്ല. എന്നാലും അനി ഒരു പൊടിക്ക് ഒതുങ്ങണം. അനിയെ കണ്ട് ദേഷ്യം പിടിച്ചിട്ടാ അവൾ ഓരോന്ന് ചെയ്തു കൂട്ടുന്നത്. അല്ലേനും അനിക്ക് എന്തിന്റെ ആവശ്യ ആ നന്ദുവിന്റെ പിന്നാലെ പോവാൻ? അല്ല, അനിയെ പറഞ്ഞിട്ട് കാര്യമില്ല. കയ്യും കണ്ണും കാണിച്ച് വശീകരിക്കുന്നത് അവളായിരിക്കും. ഇത് കേട്ടപ്പോ തന്നെ മൂർത്തി മുത്തശ്ശൻ പറയുന്നുണ്ട്, അങ്ങനെയുള്ള ഒരു കുട്ടിയല്ല നന്ദു. അങ്ങനെ ഒരു സ്വഭാവം നന്ദുവിന്റെ ഉള്ളിൽ ഉണ്ടെങ്കിൽ നന്ദു ഒരിക്കലും പോലീസ് ആവില്ലായിരുന്നു. അപ്പൊ വേണു പറയുന്നുണ്ട്, മൂർത്തി സാർ അങ്ങനെയൊന്നും പറയണ്ട. മൂർത്തി സാർ ഇടപെട്ടിട്ടല്ലേ ഇവിടെ അടുത്ത സ്റ്റേഷനിൽ തന്നെ നന്ദുവിന് ജോലി കിട്ടിയത്. ഇല്ലെങ്കിൽ ഏതെങ്കിലും കാട്ടുമുക്കിലല്ലായിരുന്നോ കിട്ടുക? അതുകൊണ്ട് ഇപ്പൊ എന്തായി? അവർക്ക് ഉപകാരം ചെയ്തിട്ട് ഞങ്ങളുടെ മോളുടെ ജീവിതം വീണ്ടും വഴിമുട്ടി. എന്താ മൂർത്തി സാറേ, ഇവിടെ പലർക്കും പല രീതിയാണോ? ഇത് കേട്ടപ്പോ രേവതി പിന്നീന്ന് ഇങ്ങനെ കുത്തുന്നുണ്ട് കേട്ടോ. ദേ മനുഷ്യ, ഒന്ന് മിണ്ടാതിരുന്നേ. രേവതി പറയാനുള്ളതൊക്കെ പറയണ്ടേ? ഇത് കേട്ടപ്പോ മൂർത്തി മുത്തശ്ശൻ ഇരുന്നോടത്തുനിന്ന് എഴുന്നേറ്റിട്ട് പറയുന്നുണ്ട്, വേണുവിന് അങ്ങനെ തോന്നിയോ? അല്ല, പലതും കാണുമ്പോ കൂട്ടി വായിച്ചൊക്കെ തോന്നുന്നതാ. വ്യക്തമായ തെളിവില്ലാതെ ഒന്നിനെ മൂഹിച്ചും കുറച്ചും കൂട്ടിയൊന്നും പറയുന്നത് ശരിയല്ല. വേണുവിന്റെ മകൾക്കായിട്ട് ഇവിടെ വേറെ നിയമമൊന്നുമില്ല. എല്ലാവർക്കും ഒരേ നിയമമാണ്. അത് പാലിച്ച് മുന്നോട്ട് പോകുന്നവർക്ക് ഒരു കുഴപ്പവും ഉണ്ടാവില്ല. എന്നാൽ അത് ലംഘിക്കുന്നവർക്ക് ചിലപ്പോ ചില കാര്യങ്ങളിൽ കൂടിയും കുറഞ്ഞിരിക്കും. ആ സമയത്താണ് അനാമിക അങ്ങോട്ട് വരുന്നത്. അച്ഛാ, അമ്മ ഇത് ഇപ്പൊ എത്തി. ഞങ്ങൾ ഇപ്പൊ വന്ന് കയറിയതേ ഉള്ളൂ മോളെ. മോൾക്ക് സുഖമല്ലേ? ഓ, എന്ത് സുഖം. ഇവിടെ ഇങ്ങനെ കഴിഞ്ഞു പോവാന്ന് മാത്രമേ ഉള്ളൂ. അനിയുടെ അമ്മയ്ക്ക് മാത്രമേ എന്നോട് സ്നേഹമുള്ളൂ. ബാക്കിയുള്ളവരൊന്നും ഞാൻ ഇവിടെ ഉള്ളത് പരിഗണിക്കുന്ന പോലുമില്ല. ഇത് കേട്ടപ്പോ വേണു പറയുന്നുണ്ട്, കേട്ടല്ലോ മൂർത്തി സാറേ, ഇതൊക്കെ കേട്ടിട്ട് ഞങ്ങൾ എങ്ങനെയാ ഇങ്ങനെ മിണ്ടാതിരിക്കുക? ഇങ്ങനെയാ ഞങ്ങളുടെ മോൾ ഞങ്ങളടുത്ത് വന്ന് പറയുന്നത്. പിന്നെ ഒരു രക്ഷിതാക്കളെന്ന നിലയ്ക്ക് ഞങ്ങൾ ചോദിക്കില്ലേ? അത് ഞങ്ങളുടെ കർത്തവ്യല്ലേ? ഇത് കേട്ടപ്പോ മുത്തശ്ശി ചോദിക്കുന്നുണ്ട്, എന്താ മോളെ നിനക്കിവിടെ ഒരു കുഴപ്പം? എല്ലാവരും നിന്നെ സ്നേഹിക്കുന്നില്ലേ? ഞാനും മുത്തശ്ശനും നിന്നെ സ്നേഹിക്കുന്നില്ലേ? പിന്നെ എന്തുകൊണ്ടാ ജാനകി മാത്രം മോളെ സ്നേഹിക്കുന്നു എന്ന് പറയുന്നത്? അങ്ങനെയൊക്കെ പറയുന്നവർക്ക് പറയാം, പക്ഷെ എന്നെ ആരും സ്നേഹിക്കുന്നില്ല, പ്രത്യേകിച്ച് മുത്തശ്ശനും മുത്തശ്ശിയും. അതൊക്കെ ഓരോരുത്തരുടെ സ്വഭാവം കൊണ്ട് തോന്നുന്നതാ. ഞങ്ങൾ എല്ലാവർക്കും തുല്യ സ്നേഹ കൊടുക്കുന്നത്. എല്ലാവർക്കും അളന്ന് തിട്ടപ്പെടുത്തിയല്ല കൊടുക്കുന്നത്. ഒരാൾക്ക് ഇത്രയും, അടുത്ത ആൾക്ക് അതിനും കുറച്ച്. അങ്ങനെയൊന്നും ഇവിടെ ആർക്കും കൊടുക്കുന്നില്ല. എല്ലാവർക്കും തുല്യ രീതിയിലാ. പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, അങ്ങനെ നിൽക്കുന്നവർക്ക് ചിലപ്പോ കൂടിയും കുറഞ്ഞെന്നൊക്കെ ഇരിക്കും. അത് കേട്ടപ്പോഴാണ് ദേവയാനി അങ്ങോട്ട് വരുന്നത്. എന്താച്ചാ കൂടിയും കുറഞ്ഞിരിക്കുന്നതിനൊക്കെ കുറിച്ച് പറയുന്നത്? എന്താ സ്വത്തുക്കള് ഭാഗം വെക്കുന്നുണ്ടോ? ഇവിടെ സ്വത്തല്ല പ്രശ്നം ദേവയാനി, പകരം സ്നേഹമാണ്. ഞങ്ങൾ പലർക്കും പല രീതിയിൽ സ്നേഹം കൊടുക്കുന്നു എന്നാ അനാമിക മോള് പറയുന്നത്. അതിലൊക്കെ എത്രത്തോളം വാസ്തവമുണ്ടെന്ന് നീ തന്നെ പറഞ്ഞു കൊടുക്ക്. എന്താ മോളെ ഇങ്ങനെയൊക്കെ പറയുന്നത്? എല്ലാവർക്കും നിന്നോട് സ്നേഹമുണ്ട്, പക്ഷേ നീ നിൽക്കും പോലെ നിൽക്കണം. അതില്ലെങ്കിൽ ആ സ്നേഹമൊക്കെ പോവും. ഇപ്പൊ തന്നെ നീ നയനമോളെ കണ്ടു പഠിക്കണം. നയനമോൾ എത്ര നല്ല സ്വഭാവമാണെന്നറിയോ? അത് കണ്ടു പഠിച്ചാ നിനക്ക് ഗുണമേ വരൂ. പ്രത്യേകിച്ച് അനിയെ നീ മാറ്റിയെടുക്കണം. അങ്ങനെ മാറ്റിയെടുത്താ നിന്റെ ലൈഫ് രക്ഷപ്പെടും. അങ്ങനെ ഞാൻ മാറ്റിയെടുക്കാനൊന്നും നോക്കുന്നില്ല. അവൻ വേണമെങ്കിൽ മാറട്ടെ. ഇതാണ് കുഴപ്പം. നിങ്ങൾ എല്ലാരും കേട്ടില്ലേ? അപ്പൊ വേണു പറയുന്നുണ്ട്, ഞങ്ങളുടെ മോൾക്ക് ഇതാണ് വിധിയെന്ന് കരുതി ആശ്വസിച്ചോളാം. പിന്നെ ഞങ്ങൾ വന്നത് വേറൊന്നിനും അല്ല. ഞങ്ങളെ മോളെ കാണണമെങ്കിൽ ഞങ്ങളെ മോള് ഞങ്ങളുടെ അടുത്തോട്ട് വരും. പിന്നെ ഇങ്ങോട്ട് വന്നത് വേറൊന്നും കൊണ്ടല്ല. ദേവയാനി കുറച്ചു മുമ്പ് ഞങ്ങളുടെ മോൾക്ക് കാശ് മുടക്കി വാങ്ങിയ ആ കണ്ണായ സ്ഥലം ഒന്ന് കാണണമെന്ന് പറഞ്ഞു. അത് മുടക്കില്ലാത്ത കേസാണല്ലോ, അതുകൊണ്ടൊന്ന് കാണിച്ചേക്കാന്നും കരുതി. ഇന്നാണെന്നുണ്ടെങ്കിൽ എനിക്ക് കുറച്ച് ഒഴിവ് കിട്ടി.
അല്ലെങ്കിൽ ബിസിനസ്സുകാരിയായിട്ട് ഞാൻ എപ്പോഴും തിരക്കായിരിക്കും അല്ലേ രേവതി? പറയാനുണ്ടോ? വീട്ടിലുണ്ടാവത്ത് പോലില്ല. ഇതിപ്പോ ദേവ്യാനിയല്ലേ വിളിച്ചു പറഞ്ഞത്, അതുകൊണ്ടാ ഞങ്ങൾ ഇറങ്ങിയത്. ഇത് കേട്ടപ്പോ ദേവ്യാനി പറഞ്ഞത്, ആഹാ, നിങ്ങൾ സ്ഥലം കാണിക്കാൻ വന്നതാണോ? അതെ, ദേവ്യാനിയല്ലേ സ്ഥലം കാണണമെന്ന് പറഞ്ഞത്. ആ അതെ, എനിക്ക് കാണണം, ഞാൻ ഇപ്പൊ തന്നെ വരാം. മോളെ നയനെ, അവളെ എന്തിനാ വിളിക്കുന്നത്? അല്ല, എന്റെ കൂടെ നയനമോളും കൂടി വന്നോട്ടെ. നയനമോള് സ്ഥലമൊന്നും കണ്ടിട്ടില്ലല്ലോ, അവളും കൂടി ഒന്ന് കാണട്ടേന്നേ. അത് അവളെയൊക്കെ കൊണ്ട് കാണിക്കണോ? അതെന്താ, എന്റെ മരുമകൾ കണ്ടെന്ന് കരുതിയിട്ട് എന്തെങ്കിലും കുഴപ്പമുണ്ടോ വേണു? അല്ല, ഈ രാശിയില്ലാത്തവർ കാണുന്നതൊന്നും ശരിയില്ല. കേട്ടപ്പോ മുത്തശ്ശന് ദേഷ്യം വരുന്നുണ്ട്. എന്താ രാശിയില്ലാത്തവളോ? ആരാ രാശിയില്ലാത്തവള്? അങ്ങനെ രാശിയില്ലാത്തവരായിരുന്നു നയനമോളെങ്കിൽ മോളിപ്പോ കോടികളാ കൊഴിയുന്നത്, അതും നമ്മുടെ ജ്വല്ലറിക്ക് വേണ്ടിയിട്ട്. രാശിയില്ലാത്തവർക്ക് അതൊന്നും പറഞ്ഞിട്ടുള്ളതല്ല. വേണു പല വാക്കുകളും സൂക്ഷിച്ചുപയോഗിക്കേണ്ടതുണ്ട്. പലപ്പോഴും പലതും നിയന്ത്രണം വിട്ട് പറയുന്നുണ്ട്. ഇതിനൊക്കെ വലിയ വില കൊടുക്കേണ്ടി വരും. അതോർക്കുന്നത് നല്ലതാ. മുത്തി സാറേ, ഞാൻ പെട്ടെന്ന് ക്ഷമിക്കണം എന്നോട്. ഇത് കേട്ടപ്പോ അനാമിക പറയുന്നുണ്ട്, അച്ഛാ എന്തിനെങ്ങനെയൊക്കെ പറഞ്ഞ് നാണം കെടുന്നത്? അവര് വരുന്നെങ്കിൽ വരട്ടെ, നമ്മുടെ സ്ഥലം അവർ കാണട്ടെ, അതിനിപ്പോ എന്താ കുഴപ്പം? അവർക്ക് അതുപോലുള്ള സ്ഥലമൊന്നും വാങ്ങാനുള്ള ഗതിയില്ല, എന്നാ പിന്നെ അവർ കാണുകയെങ്കിലും ചെയ്യട്ടെ. ഇതൊക്കെ കേട്ടിട്ട് മുത്തശ്ശിക്കും ദേഷ്യം വരുന്നുണ്ട്. അപ്പൊ ദേവേനി പറഞ്ഞിട്ടുണ്ട്, എനിക്ക് അതുപോലുള്ള ഒരു 100 സ്ഥലം എടുത്തു കൊടുക്കാനുള്ള ആസ്തിയുണ്ട്. അത് മാത്രമല്ല, നയനമോള് വിചാരിച്ച ഇപ്പൊ നീയൊക്കെ സ്വപ്നം കാണുന്നേക്കാളും വലിയ രീതിയിലുള്ള മണിമാലകൾ കെട്ടിപ്പൊക്കാൻ പറ്റും. അതൊന്നും മോള് ചെയ്യാത്തത് മോൾക്ക് അതിനോട് നാർത്തിയില്ലായിട്ടാ. അപ്പൊ വല്യമ്മ എന്താ പറയുന്നത്? എനിക്ക് അതിനോട് കാർത്തിയാണെന്നാണോ? അങ്ങനെയൊന്നും അല്ല പറയുന്നത്. എന്നാലും രാശിയില്ലെന്നൊക്കെ പറഞ്ഞതുകൊണ്ട് പറഞ്ഞതാ. ആ അമ്മേ, എന്തിനാ വിളിച്ചത്? നയനമോള് വന്നല്ലോ. ഞാൻ വിളിച്ചതേ, ഇന്നലെ ഒരു കാര്യം പറഞ്ഞില്ലേ, ഇവരുടെ ഒരു കണ്ണായ സ്ഥലത്തെ കുറിച്ച് എനിക്ക് നന്ദുവിന് വാങ്ങിച്ചു കൊടുത്തത്. നമുക്ക് അവിടെ ഒന്ന് ചെല്ലാം. അതിനെന്താ, നമുക്ക് പോവാലോ. എന്നാ മോള് പെട്ടെന്ന് വാ. റെഡി ആവണോ? അതിനൊന്നും ആവശ്യമില്ല. വേണു രേവതി പൊയ്ക്കോളൂ, ഞങ്ങൾ ഞങ്ങളുടെ കാറിൽ വരാം. അനമ്മയെ, നീ ഞങ്ങളുടെ കൂടെ പോര്. അത് വേണ്ട, ഞാൻ അച്ഛനും അമ്മയുടെ കൂടെ വന്നോളാം. അതെന്താ അങ്ങനെ? ഇവിടുന്ന് വരുമ്പോ നീ ഞങ്ങളുടെ കൂടെയല്ലേ വരേണ്ടത്? അത് പിന്നെ വല്യമ്മേ, എനിക്ക് കുറച്ച് കാര്യം പറയാനുണ്ട്. അച്ഛനും അമ്മയും കൂടെ വന്നോളാം. അതെങ്ങനെയാ മോളെ? അപ്പൊ ഇത് കേട്ടപ്പോ നായന പറയുന്നുണ്ട്, പോന്നെങ്കിൽ പോട്ടെ അമ്മേ, വെറുതെ നിർബന്ധിക്കണ്ട. എന്നാ പിന്നെ ശരി, പൊയ്ക്കോ. ഇതും പറഞ്ഞ് അനാമികയെ പറഞ്ഞു വിടുന്നുണ്ട് കേട്ടോ. അങ്ങനെ അവരെല്ലാം കൂടി ആ പറമ്പിൽ എത്തുന്നുണ്ട്. ആദ്യം അനാമികയും അച്ഛനും അമ്മയും മുന്നോട്ട് നടക്കുന്നുണ്ട് കേട്ടോ. അപ്പൊ അനാമിക ചോദിക്കുന്നുണ്ട്, അച്ഛാ, അയാൾ ഇവിടെ നാട്ടിലില്ലേ? എങ്ങാനും നമ്മൾ പിടിക്കപ്പെടും? അയാളുടെ വീട്ടിൽ ചെന്ന് അന്വേഷിച്ചപ്പോ അയാൾ നാട്ടിലുണ്ട്, പക്ഷേ എങ്ങോട്ടോ ആരെയോ കാണാൻ വേണ്ടി പോയിരിക്കുക. അതുകൊണ്ട് ഈ വഴിക്കൊന്നും വരില്ലെന്ന് ഉറപ്പാ. തൽക്കാലം നമുക്ക് എത്രയും പെട്ടെന്ന് അവരെ കാണിച്ചിട്ട് പറഞ്ഞയക്കാം. എന്നാ പിന്നെ അവരോട് വരാൻ പറ. അപ്പോ ദേവ്യാനി അങ്ങോട്ട് ഇറങ്ങി വരുന്നുണ്ട് കേട്ടോ. ദേവ്യാനി, ഇതാണ് മോൾക്കും വേണ്ടി എടുത്ത സ്ഥലം. അത് ഞാൻ ഒരു വട്ടം കണ്ടതാണല്ലോ. അല്ല, പിന്നെ കാണണമെന്ന് പറഞ്ഞത് എന്തിനാ? അത് പിന്നെ എത്രയും പെട്ടെന്ന് ഇവിടെ വീട് പണി പൂർത്തിയാക്കണം. വേണുവിന് പറ്റില്ലെങ്കിൽ പറഞ്ഞാൽ മതി. അനിയും അനാമികയും മാറി താമസിച്ച ചിലപ്പോ അവരുടെ വിഷമങ്ങളൊക്കെ അടങ്ങിയേക്കും. അതുകൊണ്ട് എത്രയും പെട്ടെന്ന് ഇവിടെ വലിയൊരു വീട് കിട്ടണം. അല്ല, വേണുവിന് എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടോ? അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഞങ്ങൾ തന്നെ പണി തുടങ്ങാം. താമസിപ്പിക്കണ്ട, ഇന്ന് തന്നെ എഞ്ചിനീയറെ കണ്ട് കാര്യങ്ങൾ റെഡിയാക്കാം. നാളെ മുതൽ പണിയും തുടങ്ങാം. എല്ലാവരും എന്റെ കൈ തന്നെ ഉണ്ട്. അത് പിന്നെ ദേവ്യാനി, ഞങ്ങൾ വിചാരിച്ച രീതിയിൽ തുടങ്ങണം എന്നുണ്ടെങ്കിൽ കുറച്ച് സമയം കൂടി പിടിക്കും. ഇത് അതിന്റെ ഒന്നും ആവശ്യമില്ല. എന്റെ കെയർ ഓഫില് ഒരു എഞ്ചിനീയർ ഉണ്ട്. അവർ ഇന്ന് തന്നെ ഇവിടെ വരും. വേണുവിന് വീടെടുക്കണമെന്നുണ്ടെങ്കിൽ വേണു വേണ്ട രീതിയിൽ ചെയ്താൽ മതി, അല്ലെങ്കിൽ ഞങ്ങൾ ചെയ്തോളാം. ഈശ്വര, ഇതിപ്പോ വല്ലാത്തൊരു കെണിയിലാണല്ലോ പെട്ടത്. എന്താ മോളെ ഒന്നും പറയാത്തത്? അത് പിന്നെ വല്യമ്മേ, ഇപ്പൊ എനിക്ക് വീടൊന്നും വേണ്ട. നമ്മൾ കൂട്ടുകുടുംബത്തോട് നിൽക്കുന്നതല്ലേ ഒന്നുകൂടി നല്ലത്. കുറച്ച് കഴിഞ്ഞിട്ടൊക്കെ പോരെ? അതൊന്നും ശരിയാവില്ല. നിങ്ങൾക്കൊരു വീട് വേണം. ഇതെന്റെ മാത്രം അഭിപ്രായമല്ല, നമ്മുടെ കുടുംബത്തിലെ അഭിപ്രായം. അപ്പൊ പിന്നെ എങ്ങനെയാ വേണോ? പെട്ടെന്ന് തുടങ്ങുമല്ലേ? അതിനെന്താ, ഞങ്ങൾ ഒന്നുകൂടി ആലോചിച്ചിട്ട് പറയാം. ശരി, ഇന്നത്തെ ദിവസം ആലോചിക്കാം. നാളെ പറഞ്ഞാ മതി. ശരി ദേവ്യാനി. ഇത് കേട്ടപ്പോ രേവതി പറയുന്നുണ്ട്, ദേവ്യാനി, എന്നാലും നിങ്ങളെന്തിനാ ഇതിനൊക്കെ ഇറങ്ങിത്തിരിക്കുന്നത്? ഞങ്ങള് സാവകാശം എല്ലാത്തിനും ഇറങ്ങിത്തിരിക്കാന്ന് കരുതിയിട്ടാ. വേണുവേട്ടന് ഇഷ്ടപ്പെട്ട പോലെ ചെയ്തോട്ടെ എന്ന് കരുതി. ഇനിയും നിങ്ങൾക്ക് വീടെടുത്ത് കൊടുക്കാലോ. ഇഷ്ടം പോലെ വീടെടുത്ത് കൊടുക്കുന്നല്ലേ പറഞ്ഞത്. അതുകൊണ്ട് ഈ സ്ഥലം എനിക്ക് ഇഷ്ടപ്പെട്ടു. ഇവിടെ തന്നെ അനാമിക മോൾക്കും അനിമോൻക്കും നല്ലൊരു വീട് വെക്കണം. പിന്നെ അഡ്വാൻസിന് എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടെങ്കിൽ പറഞ്ഞാൽ മതി. എന്ത് ബുദ്ധിമുട്ട് ഞങ്ങൾ പറയാം. ശരി. അതിനെടുക്കട്ടിട്ട് രേവതി ഒന്ന് കുത്തുന്നില്ല കേട്ടോ. അല്ല, നിങ്ങളുടെ മരുമകളുടെ വീട്ടിൽ നിന്ന് ഇതുപോലുള്ള സ്ഥലങ്ങൾ വല്ലതും കിട്ടിയിട്ടുണ്ടോ? അതെന്തിനാ ഇങ്ങനെയുള്ള സ്ഥലങ്ങളൊക്കെ കിട്ടുന്നത്? ഞങ്ങൾക്ക് നല്ലൊരു മരുമകളെ കിട്ടിയല്ലോ, അത് മതി. ഇത്രയും വലിയ സ്ഥലമൊക്കെ കൊടുത്തിട്ട് എന്താ കാര്യം? അതിലൊന്നും ഒരു കാര്യമില്ല. നല്ല സ്വഭാവമാണ് വേണ്ടത്. എന്നാലും എന്തെങ്കിലും ഒന്ന് ആ വീട്ടുകാർ തരണ്ടേ? അതൊന്നും തന്നിട്ടില്ലല്ലോ. ഇത് കേട്ടപ്പോ നയന പറയുന്നുണ്ട്, അതെ, നിങ്ങൾ വലിയ പണക്കാരായിരിക്കും എന്ന് കരുതിയിട്ട് എന്റെ അച്ഛനും അമ്മയ്ക്കും അതുപോലെ ഒന്നും ചെയ്യാൻ കഴിയുന്നില്ല. പക്ഷെ അവരെ കൊണ്ട് കഴിയുന്നതൊക്കെ ഞങ്ങൾക്ക് ചെയ്തു തരാറുണ്ട്. എന്ത് രേവതി, ഇടയ്ക്ക് ഇവരുടെ വീട്ടിൽ ചെന്ന് കഴിഞ്ഞാലേ
2 ഉണ്ടമ്പൊരിയും 4-5 അച്ചപ്പും 2 ഉണ്ണിയപ്പം ഒക്കെ കൊടുത്തു വിട്ട് കാണും. അച്ഛ, അതൊക്കെ പഴയ എണ്ണയിൽ പൊരിച്ചതുമായിരിക്കും. ആ, മോള് പറഞ്ഞത് കറക്റ്റാ. അതുകൊണ്ട് ഇവളുടെ അച്ഛനും അമ്മയ്ക്കൊക്കെ അതേ കഴിയും. വേണുവേട്ടാ, ഞങ്ങൾക്ക് ഇതൊക്കെ പൂ പറിക്കുന്ന ലാഘവല്ലേ ഉള്ളൂ. ആ, അതാണ്. ശരി, നിങ്ങൾ നിങ്ങളുടെ മോൾക്ക് ഒരു കാറും കൂടി കൊടുത്തില്ലായിരുന്നോ? ഇത് കേട്ടപ്പോ വേണു ഒന്ന് മിണുങ്ങുന്നുണ്ട് കേട്ടോ. ആ കാർ എവിടെ? ഇപ്പൊ അത് അനി ഉപയോഗിക്കുന്ന കാണുന്നില്ലല്ലോ. അല്ല, അനിമോൾക്ക് ഞങ്ങൾ കൊടുത്തതൊന്നും ഇഷ്ടമല്ല. പിന്നെ അവൻ എങ്ങനെയാ ആ കാർ ഉപയോഗിക്കാനാ? ഞങ്ങൾ വീട്ടിൽ കിടന്ന് തുരുമ്പിടിക്കണ്ടെന്ന് കരുതിയിട്ട് അത് ഓടിക്കാൻ മറ്റൊരു ചെറുക്കന് കൊടുത്തു. ഞങ്ങൾക്ക് ആവശ്യത്തിന് ഉപയോഗിക്കാൻ ഒരു കാർ ഉണ്ടല്ലോ. ഹോ, അപ്പൊ ആ കാറിന്റെ കഥ അങ്ങോട്ടും വഴി തിരിഞ്ഞു അല്ലേ? എന്നാൽ ഈ സമയത്താണ് ഒരു പോലീസ് ജീപ്പ് അങ്ങോട്ട് വരുന്നത് കേട്ടോ. പോലീസ് ജീപ്പ് കണ്ട പാടത്തിനെ വേണുവെന്ന് പേടിക്കുന്നുണ്ട്. അപ്പോഴാണ് അതിൽ നിന്ന് നന്ദു ഇറങ്ങുന്നത്. ഷോ, ഇവിടെ എത്തിയോ? ശരാ, ഇനി ഇതിന്റെ പിന്നിലുള്ള സത്യാവസ്ഥ കുത്തി പൊക്കില്ലായിരിക്കും. ഇത് കേട്ടപ്പോ അനാമിക പറയുന്നുണ്ട്, അച്ഛാ, അവൾ എന്തിനാ ഇങ്ങോട്ട് വരുന്നത്? അറിയില്ല മോളെ, വന്നാലല്ലേ അറിയൂ. ആ സമയത്താണ് നന്ദു അങ്ങോട്ട് ഇറങ്ങി വരുന്നത്. ആ, എല്ലാരും ഉണ്ടല്ലോ. നമസ്കാരങ്ങളെ. നമസ്കാരം മോളെ. എന്ത് നമസ്കാരം? ദേ അച്ഛാ, ഇവൾ എന്തിനാ എപ്പോഴും എന്റെ പിന്നാലെ നടക്കുന്നത്? ഞാൻ ചെല്ലുന്നിടത്തൊക്കെ ഇവൾക്ക് വരേണ്ട ആവശ്യം എന്തിനാ? മോളെ ഒന്ന് അടങ്ങ്. എന്തിനാ മോളെ? ഇതുവഴി പോയപ്പോ ഞങ്ങളെ കണ്ടപ്പറങ്ങിയതാണോ? ഹാ, ഇതുവഴി പോയപ്പോഴേ നിങ്ങളെയൊക്കെ ഇവിടെ കണ്ടു. അപ്പൊ പിന്നെ ഇവിടെ ഇറങ്ങാന്ന് കരുതി. അല്ല, ഇവിടെ എന്താ കാര്യം? അത് പിന്നെ ഇത് കേട്ടപ്പോ ദേവിനെ പറയുന്നുണ്ട്, ഞാൻ പറയാം മോളെ, അനാമികയ്ക്കും അനിക്കും എടുത്തു കൊടുത്ത കണ്ണായ പറമ്പാണിത്. ആഹാ, പറമ്പ് കൊള്ളാലോ. ഹോ, അടിപൊളി. ഇതിനൊക്കെ കോടികൾ ചെലവായി കാണും അല്ലേ? പിന്നെ കോടികളോ? അത്യാവശ്യം ചെലവായിട്ടുണ്ട്. നിങ്ങളൊക്കെ കോടീശ്വരന്മാരല്ലേ, അപ്പൊ പിന്നെ എന്തു ആവാലോ. അല്ല മോളെ, ഇന്ന് ഡ്യൂട്ടി ഒന്നുമില്ലേ? ആ ഉണ്ട്, ജീപ്പിലൊരു വ്യക്തിയുണ്ട്. അയാൾ ഒരു കേസ് അന്വേഷിക്കാൻ വിളിച്ചോണ്ട് വരുവാ. എന്തു പറ്റിയതാ? അതൊക്കെ പറയാം. എടോ, അയാളെ ഇറക്കി. ശരി മാഡം. ഇതും പറഞ്ഞ് അയാളെ പുറത്തേട്ട് ഇറക്കുമ്പോഴാണ് വേണു ആകെ ഞെട്ടിപ്പോകുന്നത് കേട്ടോ. ഈ സ്ഥലത്തിന്റെ യഥാർത്ഥ ഓണർ ആണ് കേട്ടോ അത്. എന്നാൽ ഈ യഥാർത്ഥ ഓണർ വേണുവിനെ കണ്ട് ദേഷ്യം പിടിച്ച് നിൽക്കാണ്. അയാൾ ഇങ്ങ് കൊണ്ടുവാ. അങ്ങനെ അയാൾ അങ്ങോട്ട് കൊണ്ടുവരുന്നുണ്ട് കേട്ടോ. സാക്ഷാൽ വേണു സാറിനെ ഇദ്ദേഹത്തെ അറിയുമായിരിക്കോ? ഇത് കേട്ടിട്ട് നമ്മുടെ നയനയും ദേവ്യാനയാണെങ്കിൽ ഒന്ന് ചിരിക്കുന്നുണ്ട് കേട്ടോ. ഇത് എന്താണോ തനിക്ക് എന്റെ സ്ഥലത്ത് കാര്യം? താൻ ഇടയ്ക്ക് എന്തിനാ നിന്റെ മക്കളെയും വീട്ടുകാരും കുടുംബക്കാരെയും ഒക്കെ കൂട്ടി ഇങ്ങോട്ട് വരുന്നത്? ഞാൻ നിന്നോട് 1000 തവണ പറഞ്ഞിട്ടുണ്ട്, ഈ സ്ഥലം ഞാൻ ആർക്കും കൊടുക്കില്ലെന്ന്. ഇപ്പൊ നീ കാരണം ഞാൻ പോലീസ് ജീപ്പിലും കയറി. എന്തുവാണോ ഇതൊക്കെ? അത് പിന്നെ തമ്പി സാറേ, മിണ്ടരുത് താൻ. എന്റെ പൊന്നു കൊച്ചെ, എന്നെ വിട്. ഇതെന്റെ സ്ഥലമാണ്. ഞാൻ ഇതാർക്കും എഴുതി കൊടുത്തിട്ടില്ല. എനിക്ക് ഇത്രയും ഇഷ്ടപ്പെട്ട സ്ഥലം വേറൊന്നുമില്ല. അതുകൊണ്ട് ഇതാർക്കും കൊടുക്കില്ലെന്ന് ഞാൻ ഇയാളോട് മുൻപേ പറഞ്ഞതാ. അപ്പൊ ദേവേനെ ചോദിക്കുന്നുണ്ട്, അപ്പോ വേണു മോൾക്കും മോനും വാങ്ങിക്കൊടുത്ത സ്ഥലമാന്ന് പറഞ്ഞതോ? അത് പിന്നെ ദേവേനി ചില അഡ്ജസ്റ്റ്മെന്റ്. ഞാൻ ഇത് വാങ്ങിയിട്ട് 4-5 കൊല്ലമായി. വലിയ വലിയ ബിസിനസ്മാനൊക്കെ വന്നിട്ടും ഞാൻ ഇത് കൊടുത്തിട്ടില്ല. അവര് വലിയ വില പറഞ്ഞിട്ടും കൊടുത്തിട്ടില്ല. എന്നിട്ടാ തന്നെ പോലെ ഒരു ഗതിയില്ലാത്തവന്. തമ്പി സാറേ, കേട്ടല്ലോ സത്യാവസ്ഥ എന്താണെന്ന്. എന്നാ പിന്നെ ഇദ്ദേഹത്തെ വിട്ടയച്ചോട്ടെ. അപ്പൊ ദേവേനി പറയുന്നുണ്ട്, അയാളെ വിട്ടോ. അയാൾ എന്ത് പഴിച്ചു? നന്ദിയുണ്ട് മേഡം. ഇങ്ങനെ ഓരോ പുലിവാലയിട്ട് ഇറങ്ങിക്കോളും. എടോ, എന്റെ സ്ഥലത്ത് ഇത് പോടോ. അമ്മേ, എല്ലാരും കൂടി അങ്ങോട്ട് പോര്. എന്നാ പിന്നെ ഞാൻ പോട്ടെ. ഇതും പറഞ്ഞ് നന്ദു അവിടുന്ന് പോകുന്നുണ്ട് കേട്ടോ. അപ്പൊ ദേവേനി പറയുന്നുണ്ട്, കൊള്ളാലോ, തനിക്ക് നാണം ഉണ്ടോടോ? തന്റെ മോൾക്ക് അതുണ്ട് ഇതുണ്ട് എന്നൊക്കെ പറഞ്ഞ് പരത്താൻ. സത്യം പറഞ്ഞ നയനമോളുടെ വീട്ടുകാർക്കുള്ളത്ര പോലും ഗതിയില്ലാത്തവരാ നിങ്ങൾ. എന്നിട്ട് എന്തൊക്കെയോ ഉണ്ടെന്ന് വരുത്തി തീർക്കുക. കോടികളുടെ ആസ്തിയുള്ള ആ സ്ഥലം. ഈ സ്ഥലം നിങ്ങളതല്ലെന്ന് ഞാൻ എങ്ങനെയാ മനസ്സിലാക്കിയെന്നറിയോ? ആദർശ് ഒരുപാട് തവണ ഈ സ്ഥലത്തിന് വേണ്ടി ശ്രമിച്ചിട്ടുണ്ട്. പക്ഷെ അന്നൊന്നും കൊടുക്കാത്ത സ്ഥലം നിങ്ങൾ ചോദിച്ചപ്പോ കൊടുത്ത അന്ന് മുതലേ എനിക്ക് സംശയം ഉണ്ടായിരുന്നു. ഏതായാലും അത് ക്ലിയർ ചെയ്തു. ഇനിയിപ്പൊ വീട്ടിൽ അറിയിക്കാം കാര്യങ്ങളൊക്കെ. അപ്പൊ അനാമിക പറയുന്നുണ്ട്, അയ്യോ വല്യമ്മേ, വേണ്ട വല്യമ്മേ, അച്ഛനൊരു തെറ്റ് പറ്റിയതാ, ക്ഷമിക്ക് വല്യമ്മേ. ക്ഷമയൊക്കെ അങ്ങ് വീട്ടിലെത്തിയിട്ട് കാര്യങ്ങളൊക്കെ ജാനകിയോട് തുറന്നു പറയണം. അവളെ നിന്നെ അന്ധമായിട്ട് വിശ്വസിച്ചുകൊണ്ടിരിക്കുക. എന്നാ നീ അത് ഉപയോഗിച്ച് അവളെ പറ്റിക്കുകയായിരുന്നു. ഇനി ഇതൊന്നും നീണ്ടുകൊണ്ടുപോകാൻ പറ്റില്ല. നയനമോളെ നടക്ക്. ഇതും പറഞ്ഞുകൊണ്ട് ദേവേനെ എവിടുന്ന് പോവാട്ടോ. അമ്മേ, അച്ഛന് ഞാൻ എന്താ ചെയ്യാം? അങ്ങനെ വേണുവാണെന്നുണ്ടെങ്കിൽ തലയ്ക്ക് കൈ കൊടുത്ത് അവിടെ ഇരിക്കുന്നതുമാണ് ഈ എപ്പിസോഡിന്റെ അവസാനം കാണിക്കുന്നത്. ഈ എപ്പിസോഡിന്റെ ബാക്കി നിങ്ങൾക്ക് കിട്ടണ്ടേ? വീട്ടിലെത്തി എല്ലാവരും വിവരം അറിയുന്നുണ്ട്. ജാനകി ആണെന്നുണ്ടെങ്കിൽ ആകെ ഷോക്കാവുന്നുണ്ട്. എന്തായാലും ജാനകി ചെറുതായിട്ടൊക്കെ അനാമികയെ മനസ്സിലാക്കുന്ന എപ്പിസോഡാണ് അടുത്തത്. ആ എപ്പിസോഡ് കിട്ടാൻ വേണ്ടി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, വിളിക്കുന്ന ലൈക്ക് ചെയ്യുക, നെക്സ്റ്റ് എപ്പിസോഡ് ഒന്ന് കമന്റ് ചെയ്യുക. അപ്പൊ അടുത്ത വീഡിയോയിൽ കാണുന്നവരേക്കും എല്ലാവർക്കും ബൈ ഗായ്സ്.